എങ്ങനെ കുറയ്ക്കാം? വളരെ ലളിതമായിട്ട് കുറയ്ക്കാം. രണ്ട് ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ പഞ്ചായത്തുകളിൽ 24-25 ജോലിക്കാരുണ്ട്. ഒരു വില്ലേജ് ഓഫീസിൽ 10-12 ജോലിക്കാരുണ്ട്. സാധാരണഗതിയിൽ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും ഒക്കെ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും അടുത്തടുത്തായിരിക്കുന്നത്. ഈ വില്ലേജിലെ കാര്യങ്ങൾ റീസർവേ കഴിഞ്ഞതുകൊണ്ടും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തതുകൊണ്ടും അത്യാധുനിക സാങ്കേതിക വിദ്യ ഇന്റർനെറ്റും കൂടെ ചേർത്ത് ഉപയോഗിക്കാമെങ്കിൽ ഈ 12 ജോലിക്കാരെന്നുള്ളത് പുതിയ IT പിള്ളേരാണെന്നുണ്ടെങ്കിൽ 2 ജോലിക്കാരുണ്ടെങ്കിൽ ഇത് ഓടിക്കാം. സ്റ്റാർലിങ്കിൻ്റെയോ നെറ്റിൻ്റെ ഏഷ്യാനെറ്റിൻ്റെയോ ഒക്കെ സൂപ്പർ സ്പീഡ് ഇൻ്റർനെറ്റ് വേണം. അങ്ങനെ വരികയാണെങ്കിൽ 2 പേർക്കായിട്ട് ഒരു വില്ലേജ് ഓഫീസ് വേണ്ട. ഇതുപോലെ തന്നെ പഞ്ചായത്തിലും 4-5 ജോലിക്കാരായിട്ട് മാറ്റാം. ഈ പഞ്ചായത്തിൽ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നു. ഇതൊക്കെ വളരെ ലളിതമായിട്ട് ഓൺലൈനായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എടുക്കത്തക്ക രീതി ക്രമീകരിക്കുകയാണെങ്കിൽ ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന പ്രസ്ഥാനമേ വേണ്ട. ഇത് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന 2 IT ചെറുപ്പക്കാർ, യുവാക്കൾ അല്ല യുവതികൾ, അങ്ങനെ 2 പേര് വില്ലേജ് ഓഫീസിൻ്റെ ഉത്തരവാദിത്തം ഒറ്റ മേശയിൽ 2 കമ്പ്യൂട്ടറെ ചെയ്യാവുന്ന പണിയേ അവിടെ ഉള്ളൂ എന്നുള്ള സത്യം. അതുപോലെ തന്നെ പഞ്ചായത്തിലും ഉള്ളത്. അപ്പോൾ നോക്കിക്കേ, 12 പേര് വില്ലേജിലും ഒരു 24-25 പേര് പഞ്ചായത്തിലും ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു 20 എണ്ണത്തിനെ ഒഴിവാക്കാം, വില്ലേജിൽ നിന്ന് ഒരു 10 എണ്ണത്തിനെ ഒഴിവാക്കാം. 20ഉം 10ഉം 30 എണ്ണത്തിനെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ബാക്കി 5ഉം 2ഉം 7 പേരുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും നടക്കുമെന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല, സാങ്കേതികവിദ്യ അറിയാവുന്ന ഇവിടുത്തെ പിള്ളേരെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ വിദഗ്ധന്മാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കുറയ്ക്കണം.